നമസ്കാരം നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെളുങ്ങല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള തത്സമയ സംരക്ഷണത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഉത്സവ കാഴ്ചയിലൂടെ സാക്ഷി ടിവി തത്സമയം. ഇത് വിലയൊക്കെ പറ, ഇത് പറഞ്ഞേ, എന്റെ വിലയൊക്കെ പറഞ്ഞേ. എല്ലാം 100 രൂപയാണോ? എല്ലാം 100 രൂപയാണോ? ഒന്ന് പറഞ്ഞു കൊടുക്കും. പ്രേക്ഷകർ വന്ന് സാധനം വാങ്ങിക്കണ്ടേ? മണ്ണ്, ഉപ്പ്, വെള്ളം, മുടി, നാല് ഒരേ ഒന്നുമില്ലാത്ത നാടൻപുളി മേടിക്കാം. നാടൻപുളിയുടെ മേടിക്കാം. വിലക്കുറവാണ്, വിലക്കുറവാണ്. നല്ല പുളിയുണ്ടാവാ, കൊണ്ടുപോവാ. നമ്മളെ രോഗിച്ചന്ത ആദായ വില വലിയ ലാഭമൊന്നുമില്ലാതെ കൊടുക്കുന്ന തുച്ഛമായ ലാഭം, മിച്ചമായ കച്ചവടം വരെയുമ്പോ അടിപൊളി പുളിവാ. ആരോഗ്യത്തിന് സഹായമായി വന്ന സാധനം നാടൻപുളിവാ. നമ്മളെ വീട്ടിൽ വൃത്തിയാക്കിയെടുക്കുന്ന പുളിയാണ്. എടുത്തോളി. ഒറിജിനൽ നാടൻപുളി. 1 കിലോ 180 ഉള്ളൂ. അരി, കുരി, കല്ല്, മണ്ണ്, ഉപ്പ്, വെള്ളം, മുടി, നാലൊന്നുമില്ല. തീർന്നു പോയി. മൊത്തം പുളിയായിരുന്നു ഇവിടെ. മൊത്തം തീർന്നതാ. നമ്മളെ രോഗിച്ചന്തയ്ക്ക് വേണ്ട അടിപൊളി സാധനമാ. എല്ലാം വിലക്കുറിച്ച് ദയവായിട്ട് വിളിച്ചാ.
അമ്മേ ഈ സാധനങ്ങൾക്ക് എങ്ങനെയാ വില? പല വിലയ്ക്കുണ്ട് എല്ലാ ഐറ്റവും. എന്താ പറഞ്ഞേ, എന്തൊക്കെയാണ് ഉണ്ട്? ഓരോ ഐറ്റത്തിനും ഓരോരോ വില ഉണ്ട്. എല്ലാ വർഷവും ഉത്സവത്തിനോട് വരാറുണ്ടോ? എല്ലാ വർഷവും വരും. എല്ലാ വർഷവും എങ്ങനെയുണ്ട് വെളുന്നല്ലൂർ ഉത്സവം? എല്ലാവർക്കും കച്ചവടം കുഴപ്പമില്ല, നല്ല കച്ചവടം. വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങൾ എത്തിക്കുന്നത്. ഇതൊരു കാർഷിക ഉത്സവമാണ് എന്നുകൂടി വേണം നമുക്ക് പറഞ്ഞു പോകാൻ. ഇവിടെ കാർഷിക വിഭവങ്ങൾ ഉണ്ട്. കാർഷിക ആവശ്യങ്ങൾക്കായി ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും കിട്ടും. അതോടൊപ്പം തന്നെ കാളച്ചന്തയും മീനും ഒക്കെ വിൽക്കുന്ന ഒരു ക്ഷേത്ര സന്നിധി, അതായത് ഒരു ക്ഷേത്രത്തിൽ മീൻ കച്ചവടം ചെയ്യുന്ന, അതായത് മീൻ വ്യാപാരം നടത്തുന്ന കേരളത്തിലെ ഒരു വലിയ ക്ഷേത്രമാണ് വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. വളരെ ഭക്തജന പ്രഭാഗമാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എല്ലാ തരത്തിലുള്ള നമ്മുടെ പഴയകാല സ്മരണകളിൽ നിന്നും നമുക്ക് വിട്ടുപോയ വട്ടി, കുട്ട, പായ് എന്ന് വേണ്ട ഇതിൻ്റെ വാർപ്പ് എന്ന് പറയും, അതായത് നമ്മൾ ചോറ് വാർക്കുന്ന ഇത്, അതുപോലെ തന്നെ തഴപ്പ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ ചൂല്, വളരെയധികം ശ്രദ്ധേയമായ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ചെറിയ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. കണ്ടില്ല ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്, കണ്ടില്ല. ഞാൻ അങ്ങോട്ട് വരാം ഒരു ദിവസം. വളരെ ജനപ്രവാഹമാണ് നമുക്കിവിടെ ഇനി കാണേണ്ട കാഴ്ചകളിൽ ഏറ്റവും വിലപ്പെട്ടത് മീൻ ചന്തയും ഒക്കെയാണ്. പക്ഷേ അവിടേക്ക് പോകാൻ നമുക്ക് ഇത്തിരി സമയമെടുക്കും. അതിൻ്റെ കാരണം വളരെയധികം ജനപ്രവാഹമാണ്. ഇത് ഏതെങ്കിലും ഉത്സവത്തിന് കാണുന്നതാണോ? ചീനി കച്ചവടം, മാങ്ങ കച്ചവടം, കണ്ടില്ലേ? മാങ്ങയൊക്കെ വിറ്റുപോയോ? എങ്ങനാ മാങ്ങയ്ക്ക് വില? എങ്ങനാ? 200 രൂപ. 200 രൂപ. ഏത് മാങ്ങയ്ക്കാ? കർപ്പൂര മാങ്ങയ്ക്ക് 200 രൂപ വിലക്കുറവെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ശരി, നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. ഇതിവിടെ പിച്ചാത്തി അടക്കമുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നത്. എങ്ങനെ പിച്ചാത്തിയൊക്കെ എങ്ങനെ വില? എങ്ങനെ? 50 രൂപ. എല്ലാ പിച്ചാത്തിക്ക് 50 രൂപ. ഒരു പഴയ പിച്ചാത്തി കൊണ്ടുവന്ന റെഡിയാക്കി തരുമോ? 20 രൂപ. അതിനും പൈസ വേണോ? അതാ. എങ്ങനെയുണ്ട് ഉത്സവ അനുഭവം? എന്ത് പറയുന്നു? ആരും മേടിക്കുന്നില്ല, അതുപോലെ കിടക്കാൻ. ഓക്കെ, കണ്ടില്ല, സ്പോട്ടിൽ മുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. മുറുക്കിന് എങ്ങനെ വില? ഒരു മുറുക്കിനോ? 5 മുറുക്കിന് 50 രൂപ. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണല്ലേ? അതെ.
ഇവിടെ നല്ല മാമ്പഴങ്ങൾ. ഇതേതാ മാങ്ങ ഏതാ? ഈ മാങ്ങ ഏതാ? ഇതാണ് ജീരകമാങ്ങ. ജീരകമാ. ഇതിന്റെ ഗുണങ്ങൾ വല്ലതും ഉണ്ടോ? ഇതിന് വല്ല ഗുണമുണ്ടോ? പ്രേക്ഷകർക്ക് തന്നെ പറഞ്ഞേ. ഇത് കഴിച്ചാൽ 7 ഗുണമുണ്ട്. പറഞ്ഞോ. വിറ്റാമിൻ എ, ബി, സി, ഡി, ജി, എഫ് അങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് പിന്നെ 24 ഗുണമുണ്ടെന്ന് പറഞ്ഞൂടെ? പിന്നെ എന്തൊക്കെയാ വർത്താനം? അടിപൊളി മധുരം. മധുരം ഉണ്ടോ? 5 കിലോ എടുക്കട്ടാ? 5 കിലോ? 5 കിലോ എടുക്കട്ടാ? തീർച്ചയായും ഞങ്ങള് 5 കിലോ മേടിക്കാം. മേടിക്കോ? ശരി. ഉത്സവ കച്ചവടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ നടക്കുന്നത്. കിടന്നു വരും. നല്ല അടിപൊളി ജീരകമാങ്ങ തരാം, ജീരകമാങ്ങ തരാം, ജീരകമാങ്ങ തരാം. ആരും വാങ്ങാതെ കൊണ്ട, വാങ്ങാതെ കൊണ്ട, വാങ്ങാതെ കൊണ്ട, നോക്കിക്കൊണ്ട. 650 രൂപ. മസാല മസാല പൈസ പോകും. കടവും കടത്തിന്റെ മേലിൽ കടവും കെട്ടിടക്കുന്നു. മോനെ മാങ്ങയൊക്കെ വിറ്റ് പോയോ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എല്ലാ വർഷവും വരാറുണ്ടോ? മണികണ്ഠനെ ഒന്ന് കാണാൻ പറ്റുമോ? മണികണ്ഠനെ കുറിച്ച് അറിഞ്ഞൂടെ? മണികണ്ഠൻ എന്ന് പറയാം ചെറിയ വെള്ളുന്നൂർ ക്ഷേത്രത്തിലെ ആനയാണ്. അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? കണ്ടോ അവനെ? രാവിലെ എഴുന്നള്ളത്തിന് പോയിരിക്കണം അവൻ. തിരിച്ചു വരുമ്പോ പ്രേക്ഷകർക്ക് നമ്മൾ അവനെയും കൂടി കാണിക്കും. ഏട്ടാ സാമ്പിൾ വാങ്ങോടത്ത് എല്ലാം പോളി തിന്നോ? കിലോ മാങ്ങ 100 രൂപ. 1 കിലോ മാങ്ങ 100 രൂപ. ഏതെടുത്താലും 100 രൂപ. നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്, മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്, മസിൽ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്, ഉപ്പൂറ്റ് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്, ശരീര നൊമ്പലം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്, കാലിന്റെ ജോയിന്റ് വേദനകൾ കൊണ്ട് 30 രൂപ. 45 രൂപ വിലയുള്ള പ്രോഡക്റ്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് 30 രൂപയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വേദന മാറും 30 രൂപ. ചേച്ചി പിച്ചാത്തേക്ക് മേടിച്ചോ? ഹലോ, മൂന്ന് വലുത്, 1, 2, 5 കൊള്ളുന്നില്ലല്ലോ. മതിയാ? മതിയല്ലേ? 1, 2, 3.
ഇവിടെ ഈ വെളുന്നല്ലൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള മീൻ കച്ചവടം. വിവിധതരം ക്ഷേത്ര അങ്കണത്തിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ മീൻ കച്ചവടം ചെയ്യുന്ന കേരളത്തിലെ ഏകക്ഷേത്രം വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. ഇനിയും നമുക്ക് കുറച്ചുകൂടി കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് മുകളിലോട്ട് ഞാൻ അവിടെ ക്ഷേത്രത്തിലൂടെയൊക്കെ വലിയ വൻ തിരക്കാണ്. ആ തിരക്ക് കൊണ്ട് നമ്മൾ കുറച്ച് മുകളിലേക്ക് മാറി നിൽക്കുകയാണ്. വൻ തിരക്കാണ്. കോട്ടം കയ്യിലേക്ക് അടിക്കാം. തടിയ കയ്യിലേക്ക് 100 രൂപ. കയ്യിലേക്ക് 100 രൂപ. എന്നാ കരിപ്പോട്ട് കിലോ എങ്ങനെ വില? കരിപ്പൊടി കിലോ 140. അത് കൂടി പോകൂലേ? കൂടില്ല. 1 കിലോക്ക് 8 10 തോന്നുന്നു. കയ്യിൽ 100 രൂപ. കയ്യിൽ 100 രൂപ. ആ, കരിപ്പൊട്ടിയുടെ വില ഈ വരുന്ന ഉത്സവത്തിൽ വരുന്നവർക്ക് ഇത്തിരി കുറച്ച് കൊടുക്കാൻ പറ്റുമോ? കുറച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ. എത്ര രൂപ കുറച്ച് കൊടുക്കും? കരിപ്പൊടി 20 രൂപ വിലയാവുള്ളൂ. അതെ. ഉത്സവത്തിൽ കച്ചവടമൊക്കെ ഉണ്ടോ? എന്താണെന്ന് വെച്ചാൽ ഈ സമയം കിടക്കയില്ലേ? അതെ. യൂട്യൂബല്ലേ അങ്ങക്ക് കാണണ്ടേ? അവിടെ കയറി വരത്തോട്ട് പോകും. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണ് കാണിച്ചത്. ഇന്നലെയായിരുന്നു. ഇന്ന് മീൻ കച്ചവടം എവിടെയൊക്കെ? നീ അവിടെ ഏറ്റടിക്കാൻ ഇതാണ് ഈ വഴി പോയി ആറ്റിന്റെ കര അങ്ങനെ താഴെ പോയിട്ട് പോയില്ലേ? താഴെ പോയി ഞാൻ കാലച്ചന്ത ഇന്നലെയാണ്. ഇന്നും ഉണ്ടായിരുന്നു. ഈ ഇതിൽ കടന്നു പോകേണ്ട തള്ളിക്ക് പോകേണ്ട ഒരവസ്ഥയാണ്. അത്രയ്ക്കധികം ജനത്തിരക്കാണ് ഇവിടെ. എങ്കിലും ഞങ്ങൾക്ക് പരമാവധി ഇവിടുത്തെ ഉത്സവ കാഴ്ചകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഇതൊരു കാർഷികോത്സവം എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ എല്ലാവിധ വസ്തുതകളും, അതായത് ചേമ്പ്, ചീനി, മാങ്ങ, ചക്ക എന്ന് വേണ്ട എല്ലാവിധ കാർഷിക വിഭവങ്ങളും ഇവിടെ അമ്പലസന്നിധി തന്നെയാണ്, സ്ഥലത്ത് തന്നെയാണ് വ്യാപാരം നടത്തുക. വയൽ വാണിഭം എന്നാണ് ഈ ഇത് അവർ പറയുന്നത്. എങ്കിൽ പോലും ഇതിനകത്ത് ഏറ്റവും വലിയത് കാളച്ചന്ത ഇന്നലെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. മീൻ കച്ചവടവുമാണ്. പരമാവധി നമ്മൾ പിന്നെ കച്ചവട സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ ശ്രമിക്കാം. വലിയ തിരക്കാണ്. അതുപോലെ അതിനപ്പുറം ചൂടും ഭക്തജനങ്ങൾ ഈ ചൂടിനെല്ലാം അവഗണിച്ച് വളരെയധികം ആൾക്കാർ ജനക്കൂട്ടമാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഇവിടെ
ഇതുണ്ട്. നമുക്കിവിടെ ചട്ടി മൺപാത്രങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇത് പോകാം. മൺപാത്രങ്ങൾ വിൽക്കുന്ന സ്ഥലമാണിത്. അതിൽ വിവിധ നമുക്കിനി നമ്മൾ പോകുന്നത് ഇനി മത്സ്യ വ്യാപാര സ്ഥലത്തേക്കാണ്. ക്ഷേത്ര സന്നിധിയിൽ തന്നെ മത്സ്യം വിൽക്കുന്ന ആ സ്ഥലത്തേക്കാണ് പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത്. നമുക്ക് അവരെ എല്ലാം ഒന്ന് പോയി കണ്ടുവരാം. ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു വ്യാപാരം നമുക്ക് കാണാൻ കഴിയില്ല. മറ്റുള്ള ക്ഷേത്രങ്ങളൊന്നും കഴിയില്ല. അത് കാണാൻ കഴിയുന്നത് ആകെയുള്ളത് വെളുങ്ങല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ രോഹിണി മഹോത്സവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമുക്ക് മത്സ്യവ്യാപാരം ഒന്ന് കണ്ടുവരാം. ചേട്ടാ, മീനൊക്കെ എന്താ വില? പറഞ്ഞോളൂ, വിലയൊക്കെ പറഞ്ഞോളൂ, പ്രേക്ഷകരൊന്ന് മേടിക്കട്ടെ. കഴിയാറായല്ലേ? നല്ല കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു? അതേ, ഉത്സവവുമായി ബന്ധപ്പെട്ട ഉള്ള മത്സ്യവ്യാപാര കൗണ്ടറിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഉത്സവത്തിന് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? ഉഷാറാണ്. എല്ലാവർക്കും തീർന്നോ? മീനൊക്കെ തീർന്നോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഉത്സവ സ്ഥലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമല്ലേ ഇങ്ങനെ ഉത്സവത്തിൽ? കൊല്ലം ജില്ലയിൽ. ഓക്കെ. അല്ലെ, നിങ്ങളെല്ലാം സന്തോഷമാണ്? തീർച്ചയായും. എല്ലാവിധ ഉത്സവം. നിനക്ക് തീരാറായോ? കഴിയാറായി വന്നിരിക്കുകയാണ്. ആദായ വില 150 രൂപ. 1 കിലോ 150 രൂപ. 2 എണ്ണം 150 രൂപ. ഏതെടുത്താലും 150. അടിപൊളി മങ്കടയാണ്. അടിപൊളി ചൂരയാണ്. ആറെണ്ണം 100 രൂപ. 6 100 രൂപ. ആദായ വിലക്കുറവ്. 6 100 രൂപ. 150 രൂപ. 150 ഒറ്റ കിലോ 150 രൂപ. കടപ്പുറത്ത് കിട്ടത്തില്ല. കടപ്പുറത്ത് ആദായ വില ആണ്ട തേട് 100 രൂപ കിലോ. 100 രൂപ വേണോ? ആദായ വില
മേലാ കയറെടുത്ത് കെട്ടി ഇടുവോ? മേലാ കെട്ടി ഇടുവോ? അവിടെ വയലിലേക്ക് ഇവരുടെ കൂടെ ഇടും. എങ്ങനെയുണ്ട് ഉത്സവത്തിന് ഒന്ന് മീനൊക്കെ മേടിച്ച അനുഭവം എന്ന് പറയാൻ പറ്റുമോ? ആ എങ്ങനെയുണ്ട്? വില എങ്ങനെയായി ആ മീനിന്റെ? ഈ വില 200 രൂപ. 200 രൂപ. ലാഭമോ നഷ്ടമോ? വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല. എല്ലാ വർഷവും വരും. ആ എല്ലാ വർഷവും വന്ന് എല്ലാ വർഷവും ഈ സമയം വരും. ആ എവിടെ സ്ഥലം? കോഴി മരുന്നപ്പള്ളി എന്ന് പറയും. മരുന്നപ്പള്ളി, നമ്മുടെ പൂയപ്പള്ളി. പിയ്യപ്പള്ളി. ആ കോഴിക്കോട് എൽസ സ്കൂളിന്റെ അടുത്താ. ആ ഞങ്ങളെല്ലാ വർഷവും വരും. കൊച്ചിനെ തൊട്ട് വരും. ആ ഞങ്ങൾ അനുഗ്രഹം ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന അനുഗ്രഹവും ഈ ഉത്സവത്തിൽ എത്തുന്നത് ഒരു ഭാഗ്യമാണ് അല്ലേ? തീർച്ചയായും അല്ല, അങ്ങനെ തന്നെയാണ്. കുടുംബമായിട്ടാണ് വരുന്നത്. ആ ഇവിടെ ഇച്ചിരി തൊഴുമ്പായിട്ട് അവിടെ ഇരിക്കുന്നു. അതെ അതെ അതെ. ഇന്നലെ വെള്ളവും മഴയും ഒക്കെ ഉണ്ടായിരുന്നതിന്റെ സാഹചര്യത്തിലാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മണികണ്ഠനെ കൂടെ കാണിക്കാം. പക്ഷെ മണികണ്ഠനെ ഒരു പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാം കാണുന്ന വലിയ ആഗ്രഹമാണ്. അവന് തീർച്ചയായും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ ഈ തത്സമയം കഴിയുന്നതിന് മുമ്പായി. തീർച്ചയായും എല്ലാ ഉത്സവാശംസകളും. നമസ്കാരം. ഏറ്റവും മനോഹാരിത ഇതയാണ്. വളരെ ശാന്തമായി ഒഴുകുന്ന ഈത്തിക്കരയാറിന്റെ ഭാഗത്താണ് ഈ വെളിനല്ലൂർ ക്ഷേത്രം ഉള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ നല്ലൊരു കാഴ്ച ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. കാരണം നമുക്കിപ്പോൾ ഒരുപക്ഷെ വീഡിയോയിൽ അത്രയും വ്യക്തമാകത്തില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു. വളരെ ഭംഗിയാണ് ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ പുരോഹിതോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വയൽ വാണിജ്യം, കാരണം എല്ലാവിധ കാരണം ജാതി മതഭേദമന്യേ എല്ലാവരും സ്വതവേന്യ ഇവിടെ വരികയും അതുപോലെ തന്നെ ഏതൊരു ക്ഷേത്രോത്സവത്തിൽ തന്നെ കൊല്ലം ജില്ലയിൽ തന്നെ ഏതൊരു ക്ഷേത്രോത്സവത്തിൽ നടക്കാത്ത വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും വലിയ വ്യാപാരത്തിൻ്റെ ഒരു ഭാഗമാണ് അന്നേ ദിവസം ഉത്സവത്തിൻ്റെ പ്രധാന ഉത്സവമായ ഇന്ന് ഈ മീൻ കച്ചവടം എന്ന് പറയുന്നത്. അതിൽ ഇവിടെ വന്നവരെല്ലാം സംതൃപ്തരാണ്. മീൻ വാങ്ങി പോകുന്നവരും ഒക്കെ പറയുന്നത് വളരെ ലാഭകരമാണ് എന്നാണ് പറയുന്നത്. ഇത് കച്ചവടക്കാരെ തന്നെ പറഞ്ഞത് ഇങ്ങനൊരു അവസരം കിട്ടുക, ഇങ്ങനെ ഒരു ദിവസം ഇവിടെ വരാൻ കഴിയുക, അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്നാണ് അവർ പറയാനുള്ളത്. എന്തായാലും ശരി, ഉത്സവ കാഴ്ചകൾ ഒരു വലിയ സമാനതകളില്ലാത്ത കാഴ്ചകളാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മറ്റിവിടത്തെക്കാളും ഏതൊരു ക്ഷേത്രത്തെക്കാളും വലിയ തിരക്കാണ്, വലിയ നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. അതിനെയൊക്കെ അവഗണിച്ച് നമ്മുടെ ഭക്തജനങ്ങൾ വളരെയധികം ആൾക്കാർ ഇപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനാ മീനൊക്കെ എങ്ങനെ വില? 60 രൂപ. കൊണ്ടുവന്നൊക്കെ തീർന്നോ? കുറച്ചൊക്കെ തീർന്ന്. എങ്ങനെയുണ്ട് ഈ വർഷത്തെ ഉത്സവത്തൊക്കെ? എല്ലാം ഓക്കെ ഓക്കെ. ഇത് ഉണക്കമീനാണ്. മത്തിയുണ്ട്. ഇതെന്താ പറയാ? അതെന്താ സാധനം എന്താ? ഉലുവാച്ചി, പിന്നെ കൊഞ്ചുണങ്ങിയത്, നെത്തോലി, നന്തൽ ഉണങ്ങിയത്, ഇത് കൊഞ്ചിന്റെ പൊടിക്കൊഞ്ച്, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നന്തൽ തന്നെ. അതിന്റെ വലിയ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാം വിലക്കുറവാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും വിലക്കുറവായിരിക്കും. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രകടനങ്ങളായിരിക്കും. നമുക്കിനി മറ്റു ചില കാഴ്ചകൾ കൂടി കണ്ട് വണങ്ങി വരാം. 300 രൂപ. ഈ വങ്കടയെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. വങ്കട പച്ചമായ വങ്കട 1.5 കിലോ വങ്കട വില 200 രൂപ. 1.5 കിലോ വങ്കട 200 രൂപയുള്ളൂ. 1.5 കിലോ വങ്കട 200 രൂപ. 1.5 കിലോ വങ്കട 200 രൂപ. ഉത്സവല്ലേ, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് താത്ത് കൊടുത്തൂടെ? ഇത് വില പച്ച വങ്കട 1.5 കിലോ 200 രൂപ. വങ്കട നോക്കും, പച്ച വങ്കട കൊല്ലക്കാരൻ്റെ വങ്കട. വങ്കട കൊള്ളാമോ നോക്കണം. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ ഉത്സവ കച്ചവടം? കുഴപ്പമില്ല, ആളുണ്ട്. നല്ല തിരക്കാണ് അല്ലേ? നല്ല തിരക്കാണ്.
അപ്പോൾ എല്ലാവർക്കും അവരെല്ലാവരും കച്ചവടത്തിനേക്കാൾ കച്ചവടം നടന്നു എന്നുള്ളതല്ല, ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ സന്തോഷകരമാണ്, ആഹ്ലാദകരമാണ്, ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു എന്നാണ് അവർ പലരും പറയുന്നത്. അതാണ് ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾക്കും സാക്ഷി ടി വിക്കും പറയാൻ കഴിയുന്നത് തന്നെയാണ്. ഞങ്ങൾക്കും ഇതുപോലെ ഒരു മഹാ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത് ഞങ്ങൾ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. എല്ലാം ഭഗവാന്റെ ഈശ്വരന്റെ ഇതാണ് മണികണ്ഠന്റെ മണികണ്ഠൻ പുറത്തു പോയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എപ്പോഴെങ്കിലും തിരിച്ചു വരുമെങ്കിൽ മണികണ്ഠനെ കൂടി എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. കഴിവൊന്നും നോക്കട്ടെ. അപാര പവറുള്ള മരുന്നാണ്. കൊണ്ടുപോകാനായിരുന്നു. എന്താ മോനെ ഇത്? ഇതിനെക്കുറിച്ചൊന്ന് പറ, മോൻ പറ. വൃക്കം ഉണ്ടാവും. ഭഗവാന്റെ സമർപ്പിക്കാനാണല്ലേ? ആള് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. മുറുക്കാനും ചുണ്ണാമ്പുമാണത്. ഇവിടുത്തെ ഒരു വഴിപാടിൻ്റെ ഭാഗമാണ്. എല്ലാവർക്കും വെള്ളം കൊടുക്കുകയാണോ? സ്ഥിരമായിട്ട് വെള്ളം കൊടുത്തോണ്ടിരിക്കുക. എന്താ മോരും വെള്ളമാണോ? മോരും വെള്ളം. വാ ഒന്ന് പറഞ്ഞേ, ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ, പ്രേക്ഷകരൊന്ന് അറിയട്ടെ. ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു പോകാം. ആവശ്യം പോലെ വെള്ളം. രാവിലെ 7 മണിക്ക് വെള്ളത്തിന്റെ കഥ വയ്ക്കാൻ പറ്റും. രാവിലെ 7 മണി മുതൽ പറഞ്ഞോ. രാവിലെ 7 മണി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ, ഇതേമാണോ എല്ലാ വർഷവും കൊടുക്കുന്നേ? ഒന്ന് പറഞ്ഞേ, നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞേ. രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ് ഞങ്ങൾ ഈ സംഭാരം കൊടുക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ തീരുന്നവരെ കൊടുക്കുന്നുണ്ട്. എത്ര മണി വരെ കൊടുക്കും? ഒരു 150 വരെ കൊടുക്കും. തിരുവനന്തപുരം സംഭാരം തിരുവരെയോ ഉത്സവം തിരുവരെയോ? സംഭാരം ഇന്നത്തെ ഒരു ദിവസം സംഭാരം തീരുന്നവരെ കൊടുക്കും. വളരെയധികം ആശംസകളും നന്ദി നേരുന്നു. ഇതൊരു വലിയ സംഭവമാണ്. ഈ ചൂടില് ഇത്രയും വെള്ളം ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഇന്നത്തെ ഒരു ദിവസം കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു വലിയ മനസ്സ്, അതൊരു വലിയ മനസ്സാണ്. ഞാനൊരു ഗ്ലാസ് കുടിച്ചേ. ഓക്കെ, എല്ലാവരും ആശംസകൾ. ഓക്കെ. ഇനി നമുക്ക് ക്ഷേത്രസഭയിൽ നിന്ന് കുറച്ച് റോഡ് സൈഡിലൊക്കെ നമുക്ക് കുറച്ച് കാഴ്ചകളുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. പക്ഷേ
പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് പ്രേക്ഷകർ വിശ്വസിക്കേണ്ട. കാരണം ഇവിടെ വലിയ തിരക്കാണ്. ഒരു കൊച്ചു റോഡാണ്, അതിനകത്താണ് ഈ വലിയ ജനപ്രവാഹം. അവരെ വകഞ്ഞു മാറ്റിയും തള്ളി മാറ്റിയൊക്കെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കാരണം അവരെല്ലാവരും ഉത്സവത്തിൻ്റെ ആവേശത്തിലാണ്. ഇന്നും വേണ്ട ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഒത്തുകൂടിയ, എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഏറ്റവും വലിയ ഒരു ഉത്സവ കാഴ്ചയാണ്. കാരണം ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല. ഇവിടെ കൊണ്ട് ഈ ഒരു ലാഭം പ്രതീക്ഷിച്ച പല കച്ചവടക്കാരോടും ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു ലാഭമല്ല. ഇത് ഭഗവാന്റെ മുന്നിലെ ഭഗവാന്റെ ഒരു ദിവസത്തിൽ കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. ഇന്നുകൂടി കളച്ചന്ത കൊണ്ടുവന്നുകൂടി അറിയണം. അങ്ങനെയുണ്ടെങ്കിൽ കളച്ചന്തയിൽ കൂടി പോയി നമുക്ക് അവരെ കാണാം. കണ്ടില്ലേ, മറ്റ് പല സ്ഥലങ്ങളിലും ഉത്സവത്തിൽ കാണാത്ത വിവിധ ഇന സാധനങ്ങൾ മറ്റു കാര്യങ്ങളുമാണ് നമുക്കിവിടെ കഴിയുന്നത്. അതിനപ്പുറം ഈ വലിയ ചൂടിനെ അവഗണിച്ച് ഇപ്പോഴും ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി ഒരു ഭഗവാന് നേർച്ചകളും വഴിപാടും അവരുടെ പ്രാർത്ഥനയും നടത്തുന്നതിന് വേണ്ടി. ഇതാണ് മീൻ കച്ചവടം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ, അത് മീൻ ചന്തയിൽ പോയി ഞാൻ കണ്ടതുപോലെയുള്ള മറ്റൊരു ഉണക്കമീൻ കച്ചവട സ്റ്റാളാണിത്. ഇതിൻ്റെ ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അതെന്താ കുഴിയാളയാണല്ലേ? കുഴിയാല തുടങ്ങി. അതെങ്ങനെ കിലോയ്ക്ക് എങ്ങനെ വില? 200 രൂപ. ഞാൻ ചോദിക്കട്ടെ, ഉത്സവം അല്ലാത്ത ഒരു ദിവസം വെളുന്നല്ലൂർ വന്നാൽ ഇതെങ്ങനെ വിൽക്കും? എത്ര രൂപ വെച്ച് വിൽക്കും? ഉത്സവത്തിനാണെന്നുണ്ടെങ്കിൽ 250 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഉത്സവം അല്ലാതെ നമ്മൾ പുറത്ത് വിൽക്കാണ്. ഉത്സവമായിട്ടാണ് നിങ്ങൾ ഈ വിലയ്ക്ക് വിൽക്കുന്നത് അല്ലേ? അതാണ് ഇവിടെ വരുന്ന ഈ വ്യാപാരികൾ മൊത്തവും പറയുന്നത്. ഏത് സാധനങ്ങൾക്കും ഉത്സവം അല്ല എങ്കിൽ വെളുന്നല്ലൂർ ക്ഷേത്രത്തിലെ ഇത് കണ്ടില്ലേ, ഇതേപോലെ ജാതി ഭേദമന്യേ എല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഒരു ദിവസം ഇപ്പം ഞാൻ തന്നെ ഒരു വെള്ളം കൊടുക്കുന്ന ഒരു ടീമിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി. അവർ പറയുന്നത് ഇന്ന് ഒരു ദിവസം അത് ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. നല്ല കയറ്റമാണ്, അത് കയറി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ജസ്റ്റ് പറ്റുമെങ്കിൽ കളച്ചന്ത ഉണ്ടെങ്കിൽ നമുക്ക് കളച്ചന്ത കൂടി ഒന്ന് സന്ദർശിച്ചു വരാം. വീട്ടിലെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴത്തേക്കും ഹലോ, ആരാ വിളിച്ചേ? അനീഷയാണോ? കിട്ടിയ അനീഷ, ഞാനേ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഒരു 10 മിനിറ്റ് കൂടി. കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനത് വെളുന്നല്ലൂർ അമ്പലത്തിൽ നിൽക്കുകയാണ്. അത് ഇതിൻ്റെ ഒന്ന് കഴിഞ്ഞോട്ടെ, ലൈവ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. പോണം കേട്ടാ. നല്ല തിരക്കാണ് ഇപ്പോഴും. ചൂടിനെല്ലാം അവഗണിച്ച് എല്ലാ ജാതി മതസ്ഥരുമായ ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഒരു പക്ഷേ കടക്കൽ തിരുവാതിരയ്ക്ക് ശേഷം ഇത്ര നല്ലൊരു തിരക്കുള്ളൊരു ഉത്സവം എൻ്റെ അനുഭവത്തിൽ തച്ചു പോവല്ല. ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവിധ വസ്തുക്കളും നിങ്ങൾക്ക് വട്ടി കുട്ട എന്ന് വേണ്ട, ഇതേതൊരു കാർഷികോത്സവം എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ. എന്നാ ചീനി കിലോ എങ്ങനെ വില? 2.5 കിലോ? ഒരു 2 കിലോയ്ക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കും?
മുതലാളിക്ക് വില അറിയില്ലെന്നോ മുതലാളി പറയുന്നത്? അല്ല, ഈ അരക്കിലോ കുറച്ചാ എത്ര രൂപയ്ക്ക് കൊടുക്കും? അരക്കിലോ കുറച്ചാ 80 രൂപ. അപ്പൊ 40 രൂപ വ്യത്യാസമേ ഉള്ളൂ അരക്കിലോയ്ക്ക്. അപ്പൊ 1 കിലോയ്ക്ക് 40 രൂപ നിലവിൽ നിൽക്കുകയാണ്. എന്തായാലും കച്ചവടം നടക്കട്ടെ. അല്ല, അടിപൊളി കപ്പയാണ് കേട്ടോ അത്. അത് ഒറ്റ വേവിന് നമുക്ക് നല്ലോണം പുഴുങ്ങി കഴിക്കാൻ പറ്റുന്ന കപ്പയാണ്. നല്ല നാടൻ കപ്പ, കൊട്ടയാടി എന്ന് പറയുന്ന ഒരു സൈസാണ്. നല്ല തുമ്പക്കൈയും കുന്താലി കൈയും ഒക്കെ ഉണ്ട്. ഇവിടെ വന്നാൽ ഒന്ന് വാങ്ങിക്കൊണ്ട് പോവാം. ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാര വേളയാണ്. ഇതിനെ വയൽ വാണിഭം ആയി എന്നാണ് പറയുന്നത്. നല്ല മാങ്ങ അത് കലയമംഗലംകാരനുമാണ്. അദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥലമാണിത്. അദ്ദേഹം ഇങ്ങനെ ഒരു ഉറപ്പടിക്കുന്നതിന് ഇങ്ങനെ കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഉറുപ്പുണ്ട്. ചുച്ചാത്തികൾ 3 50 രൂപ. 3 അതിന്റെ 50 രൂപ. ഒരെണ്ണം മതിയെങ്കിലോ? ഒരെണ്ണം ആകുമ്പോഴത്തേക്ക് 20 രൂപ. അതിന്റെ തൊട്ടടുത്ത് വരുന്നത് 2 50 രൂപ. അതാണ് ആ കണക്ക് കറക്റ്റ് ആവുന്നില്ല. 3 എണ്ണത്തിന് 50 രൂപ, ഒരെണ്ണത്തിന് 20 രൂപ. അത് കാരണം വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് കൂടുതൽ സെയിൽ നടക്കും. അതെ അതെ. നമ്മൾ സ്വയം തൊഴിലാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് കൊല്ലനാണ്. അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്ന കേരളത്തിലെ ഏക വ്യക്തിയാണ്. ഇത് ലുലുമഹാലാണ് പാവങ്ങളുടെ. നിങ്ങൾക്ക് കേരളത്തിൽ പെട്ടെന്ന് 2ാം സ്ഥാനത്ത് വന്ന പണക്കാരനാണ്. പക്ഷെ അഹങ്കാരമില്ല, പണമില്ല, ലിസ്റ്റേ ഉള്ളു. അപ്പൊ ചേട്ടന് കച്ചവടമൊക്കെ നടന്നോ? അടിപൊളിയായിട്ട് നടന്നു. എല്ലാ വർഷവും വരും. നല്ല കച്ചവടം മേടിക്കണമെന്നുണ്ട്. ഞാൻ നോക്കട്ടെ. ഓക്കെ, ഒന്ന് ശ്രമിക്കാം. 350 രൂപ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാങ്ങ കച്ചവടമാണ് നടക്കുന്നത്. മാങ്ങ കച്ചവടമാണ് ഏറ്റവും കൂടുതൽ. വിലക്കുറവുണ്ട്. വിലക്കുറവാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഉത്സവമായിട്ട് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 1 കിലോ 100 രൂപ. ഉത്സവം കഴിഞ്ഞാലോ? ഉത്സവം കഴിഞ്ഞാൽ 100 രൂപ. ഉത്സവം കഴിഞ്ഞാൽ 1 കിലോ 150 രൂപ. ഉത്സവം പ്രമാണിച്ചാണ്. അത് യോജിക്കില്ലല്ലോ. പുള്ളി പറയുന്നത് ഉത്സവം കഴിഞ്ഞാലും 100 രൂപ, ഇന്ന് പറയുന്നത് 150 രൂപ. ഈ ഞങ്ങളുടെ പ്രേക്ഷകരെ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കണ്ടാ മേടിക്കാൻ ബൈക്കൊക്കെ 100 രൂപ കൊടുക്കും. അമ്മക്ക് വലിയ ലാഭം വേണ്ട. ഓക്കെ. ഉത്സവത്തെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ കാളച്ചന്ത ഇങ്ങോട്ട് നടക്കുന്നു. കാളച്ചന്ത ഇന്നുണ്ടോ? ഈ സിന്ദൂര മാങ്ങ 150 രൂപയാണ് മാർക്കറ്റ് വില. നമ്മൾ 100 രൂപ മാർക്കറ്റ് വില 150 രൂപയാണ്. ഞങ്ങൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എന്റെ സവാള സവാള കാച്ചിലൊക്കെ എങ്ങനെയാ വില? 60 രൂപ 1 കിലോ. ഉത്സവമായിട്ടാണോ അതോ ഉത്സവം 60 കിലോ? 60 രൂപ.
വിത്ത് സാധനങ്ങളാണ്. വിത്ത് സാധനങ്ങളാണ് ഇത് നടുന്നത്. ഇതിൽ നീലക്കാച്ചിലുണ്ടോ? നീലക്കാച്ചിലുണ്ട്. നീലക്കാച്ചിൽ എങ്ങനെ വില? നീലക്കാച്ചില് ഇതെല്ലാം ഒരു വില തന്നെ. ഒറ്റ വിലയ്ക്ക് കൊടുക്കുക. ഒറ്റ വിലയ്ക്ക് നീലക്കാച്ചിലുണ്ടെങ്കിൽ നീലക്കാച്ചിലും വെള്ളക്കാച്ചിലും വെള്ളക്കാച്ചിലും ഉത്പാദന സാധനങ്ങൾ. അല്ല, ഈ നീലക്കാച്ചിന് വില കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇനി വെള്ളക്കാച്ചിനൊക്കെ വില കൂടുതലുണ്ടോ ഇത്? നമ്മളെ സ്വന്തം സാധനം, അതുകൊണ്ട് നമ്മൾ കൃഷി സാധനങ്ങൾ വില കുറച്ച് കൊടുക്കും. കച്ചവടമൊക്കെ നടന്നോ ഇന്ന്? ചെറുതൊക്കെ നടന്നു, കുഴപ്പമില്ല. ഞാനിപ്പോൾ കാളച്ചന്തയിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇരുവശത്തുള്ള വാഹനങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണിക്കാൻ പറ്റുള്ളൂ. കാളച്ചന്ത കഴിഞ്ഞോ ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമമാണ്. ഇന്നലെ ആയിരുന്നു എന്നാണ് ഇവിടെ കമ്മിറ്റിക്കാരെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കി വരാം. ചേട്ടാ, ഉത്സവമായിട്ട് മീനൊക്കെ മേടിച്ചോ? എങ്ങനെയുണ്ട്? വില എങ്ങനെയുണ്ടായിരുന്നു? അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വെളുന്നല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു സംഭവമാണ്. കൊല്ലം ജില്ലയിൽ തന്നെ നമുക്ക് അറിയപ്പെടാൻ കഴിയുന്നത് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് മീൻ കച്ചവടവും കാളച്ചന്തയും ഒക്കെ ഉള്ളൊരു ഉത്സവമാണ്. ചേട്ടൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നല്ല അഭിപ്രായം തന്നെ. ഒരു അമ്പലങ്ങളിൽ ഇത്രയും വലിയ ഉത്സവമൊക്കെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഷിക ഉത്സവം. കാർഷിക ഉത്സവം തന്നെ. അതിന് ഐതിഹ്യം എനിക്കറിയില്ല. ഞാനിവിടെ ഇവിടെ കാളച്ചന്ത ഏത് ഭാഗത്താണ്? കാളച്ചന്ത ഹലോ, ഇവിടെ കാളച്ചന്ത എവിടെ? ഉണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാളച്ചന്തയ്ക്ക് കൂടി ബന്ധുണ്ട് എല്ലാവിധ ഉത്സവ ആശംസകളും. അല്പദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം കളച്ചന്ത എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചുകൂടി ദൂരെയാണ്. മീൻചന്തയും മറ്റുള്ള അനുബന്ധ കാര്യങ്ങളുമാണ്. ക്ഷേത്ര അങ്കണത്തിൽ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുന്നത്, വെറും കാഴ്ചകൾ കാണേണ്ടി വരും. ഞാൻ അങ്ങോട്ട് നമ്മൾ ഈ ലൈവ് കട്ടായി വിട്ട് പിന്നെ ഒന്ന് തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് നടന്നു പോയി. ഇത്തിരി ദൂരമുണ്ട്, ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ദയവായി നമ്മളോടൊപ്പം ചേരുക. ഞാൻ തീർച്ചയായും കാളച്ചന്ത ഇന്നും ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അവിടെ ചെന്നുകൊണ്ടുള്ള എൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നിങ്ങളിൽ എത്തിക്കും. നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ. സാധാരണ ഒരു കൊച്ചു റോഡാണ്. ആ കൊച്ചു റോഡിൽ കൂടി ഇത്രയും ആൾക്കാർ, നല്ല ചൂടും ഉണ്ട്. ഇന്നലെ ഇവിടെ മഴ പെയ്തു എന്നാണ് എന്നോട് 1-2 പേര് പറഞ്ഞത്. പക്ഷെ ആ മഴയൊക്കെ അതിജീവിക്കുന്ന ചൂടാണ്. ആ ചൂടിലും അവിടെ ഒരു 1-2 സ്ഥലങ്ങളിൽ നമുക്ക് കുടിവെള്ളമൊക്കെ സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാളച്ചന്തയിലേക്ക് ഞാൻ വന്നുകൊണ്ട് ഇവിടെ ഒരു ശൂന്യമായ ദൃശ്യങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഈ ലൈവ് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അവിടെ ചെന്നിട്ട് കാളച്ചന്തയെ നമുക്ക് ഒന്നുകൂടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. ഞാൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദയവായി പ്രേക്ഷകർ തുടരുക. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന പാട്ട് തന്നെ കളച്ചന്തയിൽ നിന്നാണ്. അതിനടുത്ത് എത്താറായി ഞാൻ.
ഇവിടെ ഇനി പോണോ? ഒരുപാട് ദൂരം പോണോ കാളച്ചന്തയിലേക്ക്? കാളച്ചന്തയിലേക്ക് ഇവിടെ അല്ലേ? ഇവിടെ അറിയാൻ പറ്റാ. അര കിലോമീറ്റർ കൊണ്ട് നടക്കാനില്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനിയും 1 കിലോമീറ്ററോളം കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് ഞാൻ ഈ തൽക്കാലം ഈ തത്സമയത്ത് നിന്ന് ഇവിടെ വാങ്ങുന്നു. ഞാൻ കാളച്ചന്തയിൽ എത്തി നിന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളുമായി ഒത്തുചേരും. നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കുറച്ച് നേരത്തേക്ക്